എൻ്റെ വിഷയം ജനങ്ങളുടെ ജീവന്റെ വിഷയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഡാം പൊളിച്ചതാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ ജനങ്ങളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഡാമിന്റെ ദുർബലാവസ്ഥ ജനങ്ങൾക്ക് സ്വന്തം കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് പേടിച്ചിട്ടാ. തലയ്ക്ക് മുകളിലുള്ള ബോംബ് എടുത്ത് മാറ്റാണ്ട് ഏത് ദൈവത്തെ കുറിച്ച് അവർ സംസാരിക്കണേ? ദൈവം ഉണ്ടാക്കി വെച്ചതാണ് മുല്ലപ്പെരിയാർ ഡാം. ഇത് നിസ്സംഗതയാണ് 62 വർഷമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. വോട്ട് കിട്ടാനുള്ള ഒരു മാർഗമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിനെതിരെ പറയുക. 130 വർഷം കൊണ്ട് സുർക്കിയൊക്കെ അവിടെ നിന്ന് ഒലിച്ചു പോയി. കേരളത്തിൽ ഇരുന്ന് നമ്മുടെ നികുതി പണം വാങ്ങിച്ച് ഉപ്പും ചോറും തിന്നുന്ന ആളുകൾ തമിഴ്നാട് ഭാഗത്താണ്. സാർ, കേരളം മാറി മാറി ഭരിച്ച LDFും ഇപ്പൊ ഭരിക്കുന്ന UDFും ഈ പറയുന്ന നമ്മുടെ കേന്ദ്രവും ഒന്നും മുല്ലപ്പെരിയാറിനെതിരെ അല്ലെങ്കിൽ ഒരു ആക്ടും എടുത്തിട്ടില്ല ഇതുവരെ. അതിനെപ്പറ്റി എന്താണ് സാറിന് തോന്നുന്നത്? അതാണ് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവം. 62 വർഷമായി. 62 വർഷം മുമ്പേ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാനായിരുന്ന ഡോക്ടർ KC തോമസ് ആണ് പറഞ്ഞത് ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതിനി നിർത്തണ്ട, ഇത് അത്രമാത്രം പഴക്കായി, ഡാമേജ്ഡായി. അതിനുശേഷം ഇന്നേ വരെ ചർച്ചകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സംഘടനയെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റൂല. ഇനിയിപ്പോ സംഘടനകളെ മാറ്റി നിർത്ത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാറ്റി നിർത്തിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇതിന് ഉത്തരവാദിയാണ്. ഇപ്പം അതൊക്കെ കർണാടകത്തിൽ നമ്മൾ ഈ കാവേരി ഇഷ്യൂ ഒക്കെ കാണുമ്പോഴാണ് നമ്മുടെ ജനങ്ങളുടെ ഒരു അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. ഈ 1970 ഈ കരാറ് പുതുക്കാനായിട്ട് അച്യുതമേനോൻ പോയപ്പോ ആരെങ്കിലും ഒരു എതിർ ശബ്ദം പുറപ്പെടുവിച്ചോ? കർണാടകത്തിലാണെങ്കിലോ നടക്കുവോ? നടക്കില്ല. അപ്പൊ അന്ന് ഈ ജനങ്ങൾ ഉണ്ടായില്ല കേരളത്തിൽ? അന്ന് ജനങ്ങൾ ഉണ്ടായില്ലേ? അവര് നിസ്സംഗരായിട്ട് നിന്നു, യാതൊരു വികാരവും ഇല്ല. ഇപ്പോഴും അങ്ങനെ തന്നെ, യാതൊരു വികാരവും ഇല്ലാണ്ട് നിന്നു. ഞാൻ ചോദിക്കാനുള്ളത്, ഈ 50 വയസ്സ് കഴിഞ്ഞ ആളുകളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക്, ചെറുമക്കൾക്ക് നിങ്ങൾക്ക് കിട്ടിയ കേരളം കൊടുക്കാൻ പറ്റുമോ? മുല്ലപ്പെരിയാറിന്റെ തകർച്ചയിൽ നിങ്ങൾ തന്നെ എക്സ്പയറി ഡേറ്റ് ആയി, നിങ്ങൾ പോകാറായി ഈ നാട്ടിൽ നിന്ന്. നിങ്ങൾ ഈ മക്കൾക്കും ചെറുമക്കൾക്കും എന്തു കേരളം കൊടുക്കാൻ പോകുന്നു? അവരിത്ര നാള് ജീവിച്ചതല്ല. ഈ അനീതി നടക്കുമ്പോൾ, ഈ അച്യുതമേനോന്റെ കാലത്ത് ഈ കരാറ് പുതുക്കി കൊടുക്കുമ്പോൾ കാലാകാലങ്ങളിൽ തമിഴ്നാടിന് ഫേവർ ചെയ്തുകൊണ്ട് ഓരോ സമയത്തും ഭരിച്ച ഗവൺമെന്റുകളുള്ള സമയത്ത് ഇവർ ജീവിച്ചിരിപ്പുണ്ടായില്ലേ? എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല? ഇപ്പോഴും പ്രതിഷേധിക്കുന്നില്ല. അപ്പൊ ഇവരെല്ലാം ഈ നാടിന് എന്ത് കൊടുത്തിട്ടാ പോകാൻ പോണത്? മരണം. പുല്ലുപോലും മുളയ്ക്കാത്ത ഒരു കേരളം. എനിക്കതാ ചോദിക്കാനുള്ളൂ. ഒരാളെങ്കിലും ചോദിക്കാൻ നിൽക്കണ്ടേ? അല്ലേ? രാജാവ് നഗ്നനാണെന്ന് പറയാൻ ഒരു കുട്ടിയെങ്കിലും വേണ്ടേ? ആ കുട്ടിയാണ് ഞാൻ. ബാക്കിയെല്ലാം രാജസ്തുതിയും പാടി ഇങ്ങനെ നടക്കും. അവനവന്റെ രാഷ്ട്രീയ പാർട്ടി, അവനവന്റെ നേതാവ്, അവനവന്റെ മതം. സോഷ്യൽ മീഡിയ തുറന്ന മതങ്ങളെ കുറിച്ചുള്ള ചർച്ചയുള്ളൂ. ഈ ആൾക്കാർ ആരെങ്കിലും ഒരുത്ത സ്വർഗത്തിൽ പോകുന്നുണ്ടോ? മതങ്ങളൊക്കെ എന്താ? സ്വർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഏർപ്പാടാണല്ലോ മതം. അതിനെപ്പറ്റി ആ മതം കൊള്ളൂല, ഈ മതം കൊള്ളൂല, ആ പ്രവാചകൻ കൊള്ളൂല, ഈ പ്രവാചകൻ കൊള്ളൂല, ആ ദൈവം കൊള്ളൂല, ഈ ദൈവം മിത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണ ആരെങ്കിലും ഈ സ്വർഗത്തിൽ പോകും? സ്വന്തം മക്കൾക്കും ചെറുമക്കൾക്കും ഈ ദുരന്ത വിമാനം കൊടുക്കുന്നത്. എന്നിട്ടാണ് അവർ മതം ചർച്ച ചെയ്യുന്നത്, ദൈവത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഏത് ദൈവം ഇവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഏത് ദൈവം ഉള്ളത്? ഈ ബോംബ് വെച്ചുകൊണ്ട് നിൽക്കണ ഇവന്മാരുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ഇവർ ഏത് ദൈവത്തെ കുറിച്ചാണ് പറയണേ? ഈ ബോംബ് എടുത്ത് മാറ്റാണ്ട്, തലയ്ക്ക് മുകളിലുള്ള ബോംബ് എടുത്ത് മാറ്റാണ്ട് ഏത് ദൈവത്തെ കുറിച്ച് അവർ സംസാരിക്കണേ? ദൈവം ഉണ്ടാക്കി വെച്ചതാണോ മുല്ലപ്പെരിയാർ ഡാം? ദൈവം ഉണ്ടാക്കി വെച്ചതാണോ ഈ ഇടുക്കി ഡാം? ദൈവമാണോ ഈ 84 ഡാംസ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്? ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട്, വനത്തെ നശിപ്പിച്ചുകൊണ്ട്, സമസ്ത ജീവജാലങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കി വെച്ച ആൾക്കാരെ ഇവരെല്ലാവരും. ഈ പറഞ്ഞ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരെല്ലാവരും. അവരെന്ത് ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്? അങ്ങനെ ഒരു ദൈവമുണ്ട്? ഇവർ പറയുന്ന രീതിയിൽ ഒരു ദൈവം ഉണ്ടോ?
ആദ്യം ഇവർ ഈ തലയ്ക്ക് മുകളിലുള്ളത് എടുത്തു മാറ്റിട്ടു. തമിഴ്നാടൊന്നും അല്ല അവിടുത്തെ പ്രശ്നം, കേരളത്തിലെ ജനങ്ങളാ പ്രശ്നം. ഇപ്പൊ കർണാടകം സ്ട്രോങ് ആയി പോയ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ തമിഴ്നാട് വഴിക്ക് വന്നില്ലേ? അതാണ്. വേറെ ഏതെങ്കിലും സ്റ്റേറ്റില്, ഇപ്പൊ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലാണെങ്കിൽ നടക്കോ? കുക്കി പിന്നെ മേത്തി, അവരുടെ നാട്ടിലാണെങ്കിൽ നടക്കും. ഇത് പാണ്ഡേ അവര് പൊളിച്ചു കളഞ്ഞാണ് അവര് ഡാം. ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസം. ഒരു കാര്യത്തെക്കുറിച്ചും, ഒരുപക്ഷെ ഈ മദ്യവും മയക്കുമരുന്നൊക്കെ ഇതിന്റെ ഒരു കാരണമാവാം, ഇല്ലേ? എന്തുമാത്രം മദ്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾ കുടിക്കുന്നത്, എന്തുമാത്രം മയക്കുമരുന്നാണ് ഇവിടുത്തെ പിള്ളേർ ഉപയോഗിക്കുന്നത്. മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായിട്ട് കേരളം മാറിയില്ലേ? അപ്പൊ ബോധമൊക്കെ ഉണ്ടാവില്ല, അത്രേ ബോധം ഉണ്ടാവും. ഈ പറഞ്ഞ 50 വയസ്സുള്ള ആൾക്കാർ ചെയ്ത കാര്യങ്ങൾ കണ്ടിട്ടാണ് അവരുടെ മക്കൾ പഠിക്കുന്നത്. അച്ഛൻ നന്നാവണം, മകൻ നന്നാവണമെങ്കിൽ. അച്ഛൻ മോശമാണെങ്കിൽ മകൻ നന്നാവുന്നില്ല. മകനെ നോക്കിയിട്ട് നീ ശരിയല്ല എന്ന് ഒരു അച്ഛനും കൂടെ പറയാൻ പറ്റത്തില്ല, കാരണം അച്ഛൻ ശരിയായിട്ട് വേണ്ടേ. ഞാൻ ഈ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഒരു ബ്രോഡർ ഇഷ്യൂല് ഇങ്ങനെ പറയാൻ കാരണം, എന്ത് നിസ്സംഗതയാണ് 62 വർഷമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളെയും പേടിയില്ല. കാരണം എന്ന് വെച്ചാൽ എന്റെ ശബ്ദം ഈ ഡാമിന്റെ ഇന്നിപ്പോ ഈ ഡാം തകർന്നാൽ എന്റെ ശബ്ദം ഇവിടെ പ്രതിധ്വനിക്കുള്ളൂ. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ, ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാവിന്റെ ശബ്ദമൊന്നും പുറത്തേക്ക് വരത്തില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആരെയും പേടിയില്ലാണ്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ എൻ്റെ നാട്ടിലെ ജനങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയില്ല ഞാൻ സംസാരിക്കണേ. അത് ഇതിന്റെ ഫാക്ട്സ് അറിയാവുന്നത് കൊണ്ടാണ്, ഇതിന്റെ കാര്യകാരണ സഹിതം തെളിവോടുകൂടി കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നടക്കണ്ട. മനസ്സിലായ? എന്നെ എന്തിനു സപ്പോർട്ട് ചെയ്യണം? നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങളെ മക്കളെ സപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, അമ്മയെ അച്ഛനെയൊക്കെ സപ്പോർട്ട് ചെയ്താൽ മതി നിങ്ങൾ. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്തിനാണ്? എനിക്ക് ആകെ അറിയാവുന്ന നിയമമാണ്. ഇപ്പൊ കുറച്ച് എഞ്ചിനീയറിംഗും പഠിച്ചിട്ടുണ്ട്, ഡാം എഞ്ചിനീയറിംഗ്. അത് ഒരുമാതിരിയുള്ള ഡാം എഞ്ചിനീയേഴ്സിനും മേലെ പഠിച്ചിട്ടുണ്ട്. കാരണം പഠിക്കേണ്ടി വന്നു, അതുകൊണ്ട് പഠിച്ചു. അപ്പൊ അത് വെച്ചിട്ട് ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ മുന്നോട്ട് തന്നെ പോകും. എൻ്റെ കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരാൾക്ക്, ഇത് 4 കോടി ജനങ്ങളുണ്ട്, ഒരാൾക്ക് ഇവിടെ ഭീതി കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെങ്കിൽ ഇന്ത്യയുടെ നേവി, ഇന്ത്യയുടെ ആർമി, ഇന്ത്യയുടെ എയർഫോഴ്സ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എല്ലാം കൂടി ഒന്നിച്ചു നിൽക്കണമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയണം. ഒരാളുടെ ലൈഫിന് ത്രെട്ട് ഉണ്ടെങ്കിൽ. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എൻ്റെ കയ്യിലുണ്ടേ, മനസ്സിലായോ? അത് എൻഫോഴ്സ് ചെയ്യാൻ എനിക്ക് പറ്റും. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പറ്റും. പിന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സൊന്ന് തണുക്കൂട്ട. ഉള്ള കാര്യം പറയാട്ടോ. ഒരാളെങ്കിലും ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു ഐ സപ്പോർട്ട് അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇത് പ്രവർത്തിക്കാനുള്ള ഒരു ആവേശം വരും. തീർച്ചയായിട്ടും അതൊരു വലിയ ബൂസ്റ്റ് ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാല്, ഒരാളിപ്പോ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് അഡ്വക്കേറ്റ് റസൽ ജോയ്, ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എന്ന് എഴുതിയിട്ടാൽ അത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ 4 കോടി ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ്. അതുകൊണ്ട് വലിയ സന്തോഷം തോന്നും. ഈ ചാനലിനെ കേൾക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക, ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലിലൂടെയാണല്ലോ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യാത്ത ചാനലുകളെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക, അതും വേണം. ചാനലുകൾക്ക്, മാധ്യമങ്ങൾക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത വേണം. സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ല, സമൂഹത്തെ ഇക്കിളിയാക്കുന്ന മാധ്യമങ്ങൾ കൊണ്ടു നടന്നാൽ ഇക്കിളിയായിട്ട് ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല. ഈ നാട് പുരോഗമിക്കില്ല, മുന്നോട്ട് ഒരടി വെക്കാൻ കഴിയില്ല. നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ ആയാലും റഷ്യൻ റവല്യൂഷൻ ആയാലും ലോകത്തെ എല്ലാ റവല്യൂഷൻസും എല്ലാ മാറ്റങ്ങളും ഉണ്ടായത് പ്രധാന പ്രേരക ശക്തി മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങളില്ലെങ്കിൽ ലോകത്ത് ആരും ഒന്നും അറിയാനും പോകുന്നില്ല, ഒരു മാറ്റം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അത് കൊളാപ്സ്ഡ് ആവുന്നവരെ.
അപ്പോൾ ജനങ്ങൾ പൂർണ്ണമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ഈ മിഷനെ, എല്ലാ തരത്തിലും സഹായിക്കണം. അത് അഡ്വക്കേറ്റ് റസൽ ജോയിയെ സഹായിക്കാനല്ല പറയുന്നത്, ഈ നാട്ടിലെ ജനങ്ങളെ 4 കോടി ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എന്നെ സഹായിച്ചിട്ട് എനിക്കെന്ത് പ്രയോജനം കിട്ടാനാ? വലിയ പ്രയോജനമൊന്നുമില്ല. ഞാൻ ഒന്നും ആകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു നല്ല അഡ്വക്കേറ്റ് ആണെന്ന് എനിക്ക് തന്നെ അറിയാം. അത് മതി എനിക്ക്. അത് മതി. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആഗ്രഹങ്ങൾ പണ്ടുമില്ല, ഇപ്പോഴും ഇല്ല, നാളെ ഇട്ടുണ്ടാകാനും പോകുന്നില്ല. എന്തെങ്കിലും ഞാൻ രാഷ്ട്രീയമായോ സംഘടനാപരമായോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡീകമ്മീഷന് വേണ്ടി മാത്രം ചെയ്തതാണ്. അല്ലാതെ എനിക്ക് എന്തെങ്കിലും ആവാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. എനിക്കൊന്നും ആവാൻ വേണ്ട. എൻ്റെ ആശയങ്ങളും ചിന്താധാരകളും ഒക്കെ വേറെയാണ്. കുറച്ച് സ്പിരിച്വലാന്ന് കൂട്ടിക്കും. അതുകൊണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടി ആരും ഒരുമിട്ട് വരണ്ട. ഇപ്പൊ സാറിപ്പോ സപ്പോർട്ടിനെ പറ്റി പറഞ്ഞല്ലോ, സാറിനെ സപ്പോർട്ട് ചെയ്യേണ്ട ജനങ്ങളല്ലാതെ കണ്ണു തുറന്ന് പ്രവർത്തിച്ചാൽ മതിയല്ലോ. സത്യം പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ വിഷയത്തെ പറ്റി ഇത്രയും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഭൂകമ്പം പൊട്ടരുത് അല്ലെങ്കിൽ ജനങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇത്രയും മുന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ സാറ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ സമൂഹത്തിൽ. വേറെ ആരും ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇത്രയും മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരാളെ ഞാനും കണ്ടിട്ടില്ല. ഉണ്ടാവാം, പക്ഷെ ഇത്രയും മുന്നിൽ നിന്നിട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മാത്രമല്ല, കുറെ ജനങ്ങൾ. ഇപ്പം സാറിനെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് അതിനൊരു ഉദാഹരണം തന്നെയാണ്. അപ്പോൾ സാറിന് നല്ല സപ്പോർട്ട് ഉണ്ട്. കാര്യം ജനങ്ങൾക്ക് ഇപ്പൊ പറയുന്ന പോലെ പോയി പറയാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ശരിക്കും ഭീതിയുണ്ട്. എന്താകും നാളെ മുല്ലപ്പെരിയാറിന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, മരണമല്ലാതെ വേറെ വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഈ പറയുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ ജനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് സാറിനെയാണ്. കാര്യം സാറാണ് ഇതിനു വേണ്ടി സംസാരിക്കാനുള്ളത് എന്നുള്ളൊരു സപ്പോർട്ട് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് സാറിനുണ്ട്. നന്ദി. എന്നെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് നന്ദി. തമിഴ്നാടിന് വെള്ളം വേണം, കേരളത്തിന് നമുക്ക് സുരക്ഷ വേണം. സത്യം പറഞ്ഞാൽ തമിഴ്നാട് പുതിയൊരു ഡാം പണിയണ്ട എന്ന് പറയുന്നതിന് കാരണം എന്താണ്? യഥാർത്ഥ കാരണം എന്താണ്? രാഷ്ട്രീയം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വോട്ട് കിട്ടാനുള്ള ഒരു മാർഗമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിനെതിരെ പറയുക എന്നുള്ളത്. അപ്പൊ അതൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. ഇപ്പോഴും ശ്രീ വിജയ് ഇവിടുത്തെ പുതിയ മുഖ്യമന്ത്രി ആ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മാറും, അഭിപ്രായങ്ങളൊക്കെ മാറും. കാരണം അതിനുള്ള സമയമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കോടി ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കേണ്ട ജോലി ഈ ദൈവത്തിനും പ്രകൃതിക്കും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നത്തിന് മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ ഒരു പരിഹാരം കണ്ടെത്താനുള്ള സമയമായി. അതുകൊണ്ട് വിജയ് മാറും, പ്രധാനമന്ത്രി മാറും. നമ്മുടെ മുഖ്യമന്ത്രി ഓൾറെഡി ഇതിന് വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വളരെ ഹാർദമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തെ. ആ രീതിയിലേക്ക് കേരള മുഖ്യമന്ത്രി വന്നതിൽ എനിക്കും സന്തോഷമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വരും. കോടതി നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി പുറപ്പെടുവിക്കും. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരത്തിലേക്ക് വരും. കാരണം ഈ വർഷം അതിനുള്ള ഒരു സമയമാണെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കോൺഷ്യസ് അങ്ങനെ പറയും. ഒരു മാറ്റം ഉണ്ടാകും, തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭീതി മാറും. മുല്ലപ്പെരിയാർ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. തമിഴ്നാടിന്റെ വെള്ളം എന്നുള്ളത് അത്ര വലിയ ഒരു ബാലികേറ മലയല്ല. അത് ആർക്കും മനസ്സിലായിട്ടില്ല. അതിന് ഡാമേ വേണ്ട. ഇനിയിപ്പോ ഡാമാണ് ഒരു സൊല്യൂഷൻ എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാം വീണ്ടും ഒരു വാട്ടർ ബോംബ് തന്നെയാണ്, യാതൊരു സംശയമില്ല. അങ്ങനെ വരുമ്പോ കേരളം ഇടുക്കിയും വാട്ടർ ബോംബ് തന്നെയാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം, ഇമ്മീഡിയറ്റ് പരിഹാരം ഡാമാണെങ്കിൽ ഡാം ആയിക്കോട്ടെ. പക്ഷെ ഞാനിത് സൊല്യൂഷൻ അല്ല പറയണത്. തമിഴ്നാടിന് അങ്ങനെ വെള്ളം കൊടുക്കുക എന്നുള്ളത് എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം ജനങ്ങളുടെ ജീവന്റെ വിഷയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഡാം പൊളിച്ചു കളയണം. ഫിനിഷ്ഡ്, കഴിഞ്ഞു. ഇനി തമിഴ്നാടിന്റെ വെള്ളം അവരാ പറയട്ടെ. പുതിയ ഡാം ഉണ്ടാക്കിയാണോ വേണ്ടത്? ഇടുക്കി ഡാമിൽ നിന്ന് വേണോ? കക്കി ഡാമിൽ നിന്ന് വേണോ? വേറെ ഏതെങ്കിലും ഡാമുകളിൽ നിന്ന് വേണോ? ഇത് ഡാമൊന്നും ഇല്ലാണ്ട് തന്നെ ആലുവപ്പുഴയിൽ നിന്ന് വേണോ? ഇതിനൊക്കെ മാർഗങ്ങൾ, ആയിരക്കണക്കിന് മാർഗങ്ങളുണ്ട്. വെള്ളം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ ആയിരക്കണക്കിന് മാർഗങ്ങളുണ്ട്. അത് പറയേണ്ടത് അഡ്വക്കേറ്റ് റസൽ ജോയിയോ കേരളം പോലും അല്ല, കേരള ഗവൺമെന്റും അല്ല, തമിഴ്നാട് പറയണം. പക്ഷെ ഡീകമ്മീഷൻ ഉറപ്പായിട്ടും വേണം. ഡാം പൊളിച്ചു കളഞ്ഞേ പറ്റൂ. അതവിടെ അടിവരായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
തമിഴ്നാടിന്റെ വെള്ളം തമിഴ്നാട് എങ്ങനെ കൊണ്ടുപോകേണ്ടതെന്ന് തമിഴ്നാട് പറഞ്ഞോളൂ. കാരണം നമ്മൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ആ വെള്ളം കൊണ്ടുപോകണതിനൊക്കെ പൈസ എണ്ണി വാങ്ങിച്ചോളാം. ഈ നാളിതുവരെ കൊണ്ടുപോയി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഈ ഫുൾ ഇലക്ട്രിസിറ്റി ഇങ്ങോട്ട് തരണം. കാരണം തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അതൊക്കെ നെഗോഷിയേറ്റ് ചെയ്യണം. അല്ലാതെ ഇതുവരെ ഫ്രീ ആയിട്ട് വെള്ളം കൊണ്ടുപോകണ പരിപാടി ഇനി നടക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന പോലെ ഈ മഴക്കാലത്ത് മുല്ലപ്പെരിയാറിന്റെ വിഷയം വരും, ചാനലുകളിൽ വരും, അങ്ങനെയൊക്കെയാണ് ജനങ്ങൾ അറിയുന്നത്. ഈ പറയുന്ന പോലെ മുല്ലപ്പെരിയാറിന്റെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന കമന്റ് ഇങ്ങനെയാണ്, ജനങ്ങൾ തന്നെ എടുത്ത കമന്റാ. സത്യം അത് ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണ്, അതുകൊണ്ട് പേടിക്കേണ്ട, നമുക്ക് 100% നമുക്ക് വിശ്വസിക്കാം, അതൊന്നും ഒരു ജന്മത്തും പൊട്ടത്തില്ല, അത്രയും വിശ്വസനീയമായിട്ട് നമുക്ക് ജീവിക്കാം നമ്മുടെ ഈ കേരളത്തിൽ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ ജനങ്ങൾ അറിയുന്നത് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ പറഞ്ഞും ഈ പറയുന്ന ഇൻസ്പെക്ഷൻ ടീം വന്നിട്ട് പറയുന്ന വിവരങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് അറിയത്തുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് അറിയുന്ന ഒരു വിവരങ്ങൾ അത് മാത്രമാണ്. ഇതിനപ്പുറം എന്ത് ഭീതിയാണ് അവിടെ ഉള്ളതെന്നുള്ളത് കൂടെ ഒന്ന് വ്യക്തമാക്കും. അതിപ്പോ അഞ്ജന പറഞ്ഞത് കറക്റ്റാണ്. ജനങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് കിട്ടുന്നില്ല. ഇല്ല, അങ്ങോട്ട് ആരെയിട്ട് കടത്തുകയില്ല. എന്ത് നിയമമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഏത് നിയമമാണ് കേരളം തമിഴ്നാടും കൂടി ഫോളോ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ഡാം ഇരിക്കുന്ന സ്ഥലത്ത് MBA പോലും ഡാമിലേക്ക് കയറ്റുന്നില്ല. അതായത് നമ്മൾ ഇന്ത്യ തന്നെയല്ലേ ജീവിക്കണം. എനിക്കതാ സംശയം. ഇന്ത്യയിൽ ഒരു റൂൾ ഓഫ് ലോ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമ്മുടെ പണം കൊണ്ട് മാനേജ് ചെയ്യുന്ന ഒരു ഡാമിലേക്ക് ജനങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറയാനായിട്ട് ഏത് ഭരണകൂടത്തിനെ പറ്റില്ല. ഏത് ഡാമിലും പ്രവേശിക്കാം, സമയം വേണമെങ്കിൽ നിശ്ചയിക്കാം, കാലം വേണമെങ്കിൽ നിശ്ചയിക്കാം. ജനങ്ങളെ അങ്ങോട്ട് കയറ്റത്തില്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റൂല. അപ്പം ഇത് മുല്ലപ്പെരിയാർ ഡാമിൽ ജനങ്ങളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഡാമിന്റെ ദുർബലാവസ്ഥ ജനങ്ങൾക്ക് സ്വന്തം കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് പേടിച്ചിട്ടാ, ആ അവസ്ഥ പേടിച്ചിട്ടാണ് ജനങ്ങൾ ടോട്ടലി കേരളത്തിലെ ജനങ്ങൾ പാനിക്കാവും അവിടെ കയറ്റിയ. അതുകൊണ്ടാണ് MBA പോലും കയറ്റാത്തത്. അതുകൊണ്ടാണ് MB പാനിക്കാവുന്ന വിചാരിച്ചിട്ടല്ല. MB ഒന്ന് പുറത്ത് പറഞ്ഞ നാട്ടുകാർ പാനിക്കാവൂലേ, അതുകൊണ്ടാണ്. അപ്പം അതൊന്ന്. രണ്ടാമത്, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനുള്ള ഒരു ഇൻഫാലിബിൾ, ഇൻപെക്കബിൾ, ഫ്ലോലെസ് റിപ്പയറിംഗ് മെത്തേഡ് ഇല്ല. അങ്ങനെ ഒരു സയൻസേ ഇല്ല. പിന്നെ ഇവർ കേബിൾ ആങ്കറിങ് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്ററിങ് ചെയ്യുന്നുണ്ട്, റൗട്ടിങ് ചെയ്യുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഇതൊന്നും പോസിബിൾ അല്ല. അതായത് 130 വർഷം കൊണ്ട് സുർക്കിയൊക്കെ അവിടെ നിന്ന് ഒലിച്ചു പോയി. പിന്നെ എവിടെയായിട്ട് ഗ്രൗട്ട് ചെയ്യുന്നത്? ഗ്രൗട്ട് ചെയ്താൽ ആ സുർക്കി പോയ ആ സ്പേസിൽ ചെളിയും വെള്ളമുണ്ട്. എന്തെങ്കിലും ഗ്രൗട്ടിങ് നടത്തിയാൽ അതും അതിന്റെ ഭാഗമാവുന്നല്ലാതെ സിമെന്റ് കട്ട പിടിച്ച് നിൽക്കൂല വെള്ളത്തിൽ. അപ്പം റിപ്പയറിംഗ് വർക്ക് എന്നൊക്കെ പറയണത് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ ശരിക്കും പറഞ്ഞാല് ഈ PMF ഫിക്സേഷൻ, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് PMF ഫിക്സേഷൻ. ശരിക്കും അമേരിക്കയിലൊക്കെ ആണെങ്കിൽ 1000 years, 10,000 yearsലെ ഫ്ലഡ് കണക്കാക്കിയിട്ടാണ് PMF ഫിക്സ് ചെയ്യുന്നത്. യൂറോപ്പിലൊക്കെയാണ് 1000 വർഷം. ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 വർഷത്തെ ഫ്ലഡ് കണക്കിലെടുത്താൽ ഈ മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചുകളയേണ്ടി വരും. കാരണം 100 വർഷത്തെ ഫ്ലഡിൽ ഏറ്റവും വലിയ ഫ്ലഡ് ഉണ്ടായത് 1924 വെള്ളപ്പൊക്കമാണ്. അതാണ് 99 വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഈ മുല്ലപ്പെരിയാർ ഡാം ഭാഗികമായി തകർന്നതുമാണ്. ആ ഫ്ലഡ് കണക്കാക്കി ഒരു PMF ഫിക്സ് ചെയ്താൽ ഡാമിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് മാറേണ്ടി വരും. അതിന്റെ ഉയരം കൂട്ടേണ്ടി വരും, അതിന്റെ വിട്ട് കൂട്ടേണ്ടി വരും, ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് കറക്റ്റ് PMF ഫിക്സ് ചെയ്താൽ പോലും ഡാം പൊളിച്ചുകൊള്ളേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല, ഈ ROV സ്റ്റഡി നടത്തിയതിൽ 300ഓളം CDs പ്രിപ്പയർ ചെയ്തതിൽ ഏതാനും CDകൾ മാത്രം സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളൂ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സകല ഏജൻസികളും, ഈ മുല്ലപ്പെരിയാർ ഡാം എക്സാമിൻ ചെയ്ത സകല ഏജൻസികളും, ഐക്യരാഷ്ട്ര യുണൈറ്റഡ് നേഷൻസിന്റെ അക്കാഡമിക് വിങ് ആയാലും ശരി, IIT റൂർക്കി, IIT ഡൽഹി, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി,
പിന്നെ സെൻട്രൽ സോയിൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ എല്ലാ ഏജൻസികളും ഡാം വീക്കാണെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കേരള സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. അവിടെ യഥാർത്ഥത്തിലുള്ള കേരള ഗവൺമെന്റ് തന്നെ ഒരു വിദഗ്ധ സമിതിയെ വെച്ചായിരുന്നു. അവരുടെ റിപ്പോർട്ടും ഡാം വീക്കാണെന്നുള്ളതാണ്. അതും കേരളത്തിലെ ജനങ്ങളോട് ഒരു ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ മുല്ലപ്പെരിയാർ ഡാമിന്റെ നിജസ്ഥിതി, ഡാമിന്റെ പ്രസന്റ് സിറ്റുവേഷൻ ഒന്നും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല, ലോകത്താർക്കും അറിയില്ല. കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. നമ്മള് സങ്കടത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥ പ്രമുഖരിൽ പലരും തമിഴ്നാട് പക്ഷത്താണ്. നമ്മുടെ ഒരു ദൗർഭാഗ്യം എന്ന് പറയണം. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പലരും കറപ്റ്റഡ് ആണ്, തമിഴ്നാട് പക്ഷത്താണ്. കേരളത്തിൽ ഇരുന്ന് നമ്മുടെ നികുതി പണം വാങ്ങിച്ച് ഉപ്പും ചോറും തിന്നുന്ന ആളുകൾ തമിഴ്നാട് ഭാഗത്താണ്. അവരാണ് ഇവിടെ ഇരുന്നുകൊണ്ട് തമിഴ്നാടിന് ദാസ്യവേല ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും അത് എനിക്കറിയാം ആരാ അങ്ങനത്തെ ആൾക്കാർ കേട്ടാ. കേരളത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിട്ട് കേരളത്തിനോട് കൂറ് കാണിക്കാണ്ട് തമിഴ്നാട് ഭാഗത്ത് കൂറ് കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണെന്ന് എനിക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ചാനലിലൂടെ പറയാനുള്ളത് നിങ്ങൾ സൂക്ഷിച്ചോളാനാണ്. നിങ്ങൾ സൂക്ഷിച്ചോ. മനസ്സിലായ? കാരണം റസൽ ജോയി അല്ല ഇവിടെ ജയിക്കാൻ പോണത്, സത്യം ജയിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഒരു നാൾ സത്യം ജയിക്കും, നീതി പുനഃസ്ഥാപിക്കപ്പെടും. അന്ന് നിങ്ങളുടെ വിധി ഉണ്ടല്ലോ വളരെ മോശമായിരിക്കും. അത് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കിക്കോ. ഈ ചാനലിലൂടെ ഞാനത് പറയാണ്, പ്രഖ്യാപിക്കണം. നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും.